So we already learned about rotational spectroscopy and the energy, what is rigid rotator, and moment of inertia for a rigid rotator, that is I equal to mu r square, where mu is termed as the reduced mass. And we derived an expression for energy, rotational energy Ej, that is bhc j into j plus 1 in terms of joules and in terms of centimeter inverse. Wave number ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ EJ equal to BJ into J plus 1. ഓക്കെ, എന്നിട്ട് നമ്മൾ അലൗഡ് ആയിട്ടുള്ള റൊട്ടേഷണൽ എനർജീസ് എന്ന് പറയുന്നത് 0, ദെൻ 2 BHC, 6 BHC അതൊക്കെയാണ് അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് സെലക്ഷൻ റൂൾസ് ഫോർ റൊട്ടേഷണൽ ട്രാൻസിഷൻസ്. ഒരു റൊട്ടേഷണൽ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് റൊട്ടേഷണൽ സ്പെക്ട്ര തരണമെങ്കിൽ ദാറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ സർട്ടൻ റൂൾസ്. ദാറ്റ് ഈസ് സെലക്ഷൻ റൂൾസ് ആർ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഡിറ്റർമിൻസ് ദ അലൗഡ് ട്രാൻസിഷൻസ്. ഒരു ട്രാൻസിഷൻ അലൗഡ് ആണ്, അത് അലൗഡ് ആവണമെങ്കിൽ ദ മോളിക്യൂൾ മസ്റ്റ് സാറ്റിസ്ഫൈ സർട്ടൻ കണ്ടീഷൻസ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് സെലക്ഷൻ റൂൾസ്. എന്താണ് റൊട്ടേഷണൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു റൊട്ടേഷണൽ എനർജി ലെവലിൽ നിന്ന് മറ്റേതിലേക്ക് ട്രാൻസിഷൻ നടക്കും. എപ്പോഴാണ് ഈ ട്രാൻസിഷൻ നടക്കുക? ബൈ അബ്സോർബിങ് റേഡിയേഷൻ. ദാറ്റ് ഈസ് റൊട്ടേഷണൽ ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ദ മോളിക്യൂൾ മസ്റ്റ് അബ്സോർബ് മൈക്രോവേവ് റേഡിയേഷൻസ്. മൈക്രോവേവ് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുമ്പോൾ റൊട്ടേഷണൽ ട്രാൻസിഷൻ നടക്കും. അതുപോലെ തന്നെ ഒരു മോളിക്യൂൾ ഓൾറെഡി റൊട്ടേഷണൽ ട്രാൻസിഷൻ ചെയ്ത് ഹയർ ലെവലിൽ എത്തി വിചാരിക്കൂ, അതിങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ എന്ത് ചെയ്യും? മൈക്രോവേവ് എനർജി അത് എമിറ്റ് ചെയ്യും. സോ അബ്സോർബ് ചെയ്താൽ റൊട്ടേഷൻ ഫ്രം ലോവർ നിന്ന് ഹയറിലേക്ക് പോവും, ഹയറിൽ നിന്ന് ലോവറിലേക്ക് വരുമ്പോൾ അത് എന്ത് ചെയ്യും? റേഡിയേഷനെ എമിറ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ഒരു ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ദ മോളിക്യൂൾ മസ്റ്റ് ഒബേ സർട്ടൻ റൂൾസ് ആൻഡ് ദാറ്റ് ആർ ടേംഡ് ആസ് സെലക്ഷൻ റൂൾസ്. So we can check what are the selection rules. We already discussed that for a molecule to show rotational spectra, it must have a permanent dipole moment. പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള ഒരു മോളിക്യൂളിന് മാത്രമേ ഈ റൊട്ടേഷണൽ സ്പെക്ട്ര കാണിക്കാൻ പറ്റുള്ളൂ, റൊട്ടേഷണൽ സ്പെക്ട്രം തരുള്ളൂ. ദ മോളിക്യൂൾ മസ്റ്റ് ഹാവ് പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള ഒരു മോളിക്യൂളിന് മാത്രമാണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഉണ്ടാവുള്ളൂ. ആ ഇലക്ട്രിക് ഫീൽഡാണ് ഈ മൈക്രോവേവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ആ ട്രാൻസിഷൻ നടക്കുന്നത്. സോ ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് തിങ് ഈസ് ദ മോളിക്യൂൾ must have a permanent dipole moment. Permanent dipole moment ഉണ്ടെങ്കിൽ മാത്രമാണ് the molecule that show rotational transition and corresponding rotational spectra. ആൻഡ് യു നോ റൊട്ടേഷണൽ സ്പെക്ട്ര എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ സ്പെക്ട്രയാണ്. നമ്മൾ അബ്സോർപ്ഷനാണ് സ്റ്റഡി ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞില്ലേ മിസ്, എമിഷനും സ്റ്റഡി ചെയ്യാൻ, ഈ വരുന്ന എമിഷനും നമുക്ക് സ്റ്റഡി ചെയ്യാം. പക്ഷേ യൂഷ്വലി വി ആർ മെഷറിങ് ദി അബ്സോർപ്ഷൻ സ്പെക്ട്ര. ഒരു മൈക്രോവേവ് അബ്സോർബ് ചെയ്തിട്ട് മോളിക്യൂളിന് എന്തൊക്കെ ചേഞ്ച് നടക്കുന്നു എന്നാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഡീൽസ് വിത്ത് അബ്സോർപ്ഷൻ സ്പെക്ട്ര. അബ്സോർപ്ഷൻ സ്പെക്ട്രയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അബ്സോർപ്ഷനും ഉണ്ട് എമിഷനും. എമിഷൻ റേഡിയേഷനാണ് സ്റ്റഡി ചെയ്യുന്നതാണെങ്കിൽ എമിഷൻ സ്പെക്ട്ര എന്ന് പറയും. നമ്മൾ റൊട്ടേഷൻ spectroscopy deals with the absorption spectra. So the first foremost selection rule is that for a molecule to show rotational spectroscopy by absorbing microwave radiation is that it must have a permanent dipole moment. Okay, and there is another selection rule is also ഒരു മോളിക്യൂളിന് ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഓക്കെ, എന്നാലും എല്ലാ ട്രാൻസിഷൻസും അത് റൊട്ടേഷണൽ സ്പെക്ട്ര തരില്ല. നമുക്കറിയാം വാട്ട് ഈസ് ജെ. ജെ മീൻസ് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ. റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറാണ് ജെ എന്ന് പറയുന്നത്. ജെ ക്യാൻ ഹാവ് വാല്യൂ 0, 1, 2, 3 എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ജെ അറിയാം, റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ. ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂ 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ നമുക്ക് ഓരോ റൊട്ടേഷണൽ ലെവൽസ് നമുക്കൊന്ന് വരച്ച് നോക്കാം. ജെ ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ എനർജിയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. ജെ ഈക്വൽ ടു 0 ആകുമ്പോൾ എനർജി എന്തായിരിക്കും? 0B. ജെ ഈക്വൽ ടു 1 ആണെങ്കിൽ 2B ഇൻ ടേംസ് ഓഫ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ജെ ഈക്വൽ ടു 2 ആകുമ്പോൾ 6B ആയിരുന്നു, അല്ലെങ്കിൽ ജൂൾസിലാണെങ്കിൽ 6BHC എന്ന് നമ്മൾ പറയും അല്ലേ. സോ ഒരു മോളിക്യൂളിലുള്ള റൊട്ടേഷണൽ എനർജി ലെവൽസിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റൊട്ടേഷണൽ എനർജി ലെവൽ എന്തായിരിക്കും? ജെ ഈക്വൽ ടു 0 ആയ ലെവലാണ് അല്ലേ. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. അതിൻ്റെ എനർജി എത്രയാണ്?
0b ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ എങ്ങനെ 0b വന്നത്? b ഇൻറ്റു ജെ പ്ലസ് 1. ജെയുടെ വാല്യൂ 0 ആകുമ്പോൾ എനർജി 0b. ദിസ് ഈസ് ഇൻ സെൻറ്റിമീറ്റർ. വേവ് നമ്പറിൻ്റെ ടേമിലാണെങ്കിൽ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ ഇത്ര എനർജിയാണ് വരുന്നത്. ഇത് നമ്മൾ BHC അല്ലേ, BHC ഇൻറ്റു ജെ അപ്പോൾ 0BHC. ദിസ് ഈസ് ഇൻ ജൂൾസിൽ. ഓക്കെ, സോ ഫസ്റ്റ് റൊട്ടേഷണൽ എനർജി ലെവലിൻ്റെ എനർജി എന്ന് പറയുന്നത് 0b ആണ്, അല്ലെങ്കിൽ 0BHC. ഇനി സെക്കൻഡ് റൊട്ടേഷണൽ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ എനർജി 2b എന്നാണ് അല്ലേ. ഇനി തേർഡ് പറയുമ്പോൾ നോക്കൂ, ഗ്യാപ്പ് കൂടെ വരുന്നത്. കാരണം ഈ ഡിസ്റ്റൻസ് ഇത് 0, ഇത് 2ൻ്റെ ഡിസ്റ്റൻസാണ്, ഇവിടെ 4ൻ്റെ ഡിസ്റ്റൻസ്, ഇത് 6ൻ്റെ ഡിസ്റ്റൻസ്, ഇത് 8ൻ്റെ ഡിസ്റ്റൻസ്, ഇത് 10ൻ്റെ ഡിസ്റ്റൻസ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഈക്വലി സ്പേസ്ഡ് അല്ല, ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. എനർജി ഇങ്ങനെയാണ് ലെവൽസ്. അതായത് എനർജി കൂടുന്തോറും ഹൈറ്റ് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. 0 പറയുമ്പോൾ 2 പറയുമ്പോൾ കുറച്ചുകൂടി അടുത്ത്, 6 പറയുമ്പോൾ കുറച്ചുകൂടി ദൂരെ, 12 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ദൂരെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എനർജി ലെവൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. ഇത് മനസ്സിലായില്ലേ? ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് റൊട്ടേഷൻ എനർജി ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ, ഫിഫ്ത്ത് ലെവൽ, സിക്സ്ത് ലെവൽ. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0ലാണ്. ഇനി എന്താ സംഭവിക്കുന്നത്? ഒരു മൈക്രോവേവ് ഈ മോളിക്യൂളിൻ്റെ അടുത്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ മോളിക്യൂൾ എന്ത് ചെയ്യുക? റൊട്ടേഷണൽ ദാറ്റ് ഈസ് മൈക്രോവേവ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ മോളിക്യൂളിന് ഒരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്, അത് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് അത് ട്രാൻസിഷൻ നടക്കും. അപ്പോഴാണ് നമ്മളിവിടെ സെലക്ഷൻ റൂൾ നോക്കുന്നത്. അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ് വെച്ചിട്ട്, അക്കോർഡിംഗ് ടു ക്വാണ്ടം റൂള് പറഞ്ഞിട്ടുണ്ട്. ഓൺലി ദോസ് ആർ അലൗഡ് ട്രാൻസിഷൻസ് ഇതാണ് വേർ ഡെൽറ്റ ജെ, അതായത് 2 ലെവൽസ് തമ്മിലുള്ള എനർജി എന്ന് പറയുന്ന ഡിഫറൻസ്, അല്ലെങ്കിൽ ഡെൽറ്റ ജെ മസ്റ്റ് ബി +or-1 ആയിരിക്കണം. ഈ 2 ജെയുടെ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് +or-1 ആയിട്ടുള്ള തരത്തിലുള്ള ട്രാൻസിഷൻസ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളൂ. ഇതാണ് സെക്കൻഡ് സെലക്ഷൻ റൂൾ. സോ ദ സെലക്ഷൻ റൂൾ ഈസ് ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു +or-1. അതായത് തൊട്ടടുത്തുള്ള എനർജി ലെവൽസിലേക്കുള്ള ട്രാൻസിഷൻസ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള ട്രാൻസിഷൻസിൽ മാത്രമാണ് +or-1 വരുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ 0 to 1 ട്രാൻസിഷൻ ഈസ് പോസിബിൾ, ദെൻ 1 to 2 ട്രാൻസിഷൻ ഈസ് പോസിബിൾ, 2 to 3 ട്രാൻസിഷൻ ഈസ് പോസിബിൾ. സോ അങ്ങനെ ആകുമ്പോഴാണ് ഈ ഡെൽറ്റ ജെ 2 ജെ വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് +or-1 വരുന്നുള്ളൂ. ഒരിക്കലും ട്രാൻസിഷൻ ഫ്രം 0 to 2 പോസിബിൾ ആയിരിക്കില്ല. അതായത് ആ സെലക്ഷൻ റൂൾ സാറ്റിസ്ഫൈ ചെയ്യാത്ത ട്രാൻസിഷൻസ് ഒന്നും പോസിബിൾ ആയിട്ടില്ല. ദെൻ 0 to 1 ട്രാൻസിഷൻ നോക്കൂ, എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിഫറൻസ് ആണുള്ളത് അല്ലേ, ദാറ്റ് ഈസ് 2bയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. സോ അത്ര എനർജിയുള്ള മൈക്രോവേവിനെയാണ് ഈ ഒരു ട്രാൻസിഷൻ, അത്തരം എനർജിയുള്ള മൈക്രോവേവ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് 0 to 1 ട്രാൻസിഷൻ നടക്കുന്നത്. ദെൻ ഇവിടെയുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 4b ആണ്. സോ അത്രയും എമൗണ്ട് ഉള്ള മൈക്രോവേവ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് 1 to 2 ട്രാൻസിഷൻസ് നടക്കുക. സോ ഓരോ ട്രാൻസിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് ഒബ്റ്റൈൻ ചെയ്യും. അതായത് സ്പെക്ട്രയിൽ ഓരോ ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ലൈൻസ് കറസ്പോണ്ടിങ് ടു ഈച്ച് ട്രാൻസിഷൻ. സോ അഡ്ജസൻറ്റ് എനർജി ലെവൽസ് ട്രാൻസിഷൻസ് മാത്രമാണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ പോസിബിൾ ആയിട്ടുള്ളൂ. മൈക്രോവേവ് അബ്സോർപ്ഷനിൽ അഡ്ജസൻറ്റ് റൊട്ടേഷണൽ എനർജി ട്രാൻസിഷൻസ് ആർ ഓൺലി പോസിബിൾ. +or-1 എന്ന് വരാനുള്ള കാരണം, പ്ലസ് എന്ന് വരുന്നത് അപ്വേർഡ് ട്രാൻസിഷൻ. എന്താണ് ഡെൽറ്റ ജെ എന്ന് പറയുന്നത്? ജെ ഹയർ ലെവൽ മൈനസ് ജെ ലോവർ ലെവൽ, ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്കുള്ള വാല്യൂ ആണ് അല്ലേ. അപ്പോൾ താഴത്തെ ഹയർ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ 1, ആദ്യത്തെ ട്രാൻസിഷൻ 1 - 0 = 1. അപ്പോൾ +1 എന്ന് കിട്ടി. -1 എപ്പോഴാണ് വരിക? ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുക വിചാരിച്ചോളൂ. ഹയർ ലെവൽ ടു ലോവർ ലെവൽ. അപ്പോൾ എവിടുന്നാന്ന് പറയുമ്പോൾ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് അല്ലേ. അപ്പോൾ 0 - 1 എന്നാ വരിക, അപ്പോൾ -1 എന്നാ വരിക. അപ്പോൾ പ്ലസ് ഇൻഡിക്കേറ്റ്സ് അപ്വേർഡ് ട്രാൻസിഷൻ, മുകളിലേക്ക് പോകുന്നത്, അങ്ങോട്ട് പോകുന്നതാണ് പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മൈനസ് ഇൻഡിക്കേറ്റ് ഡൗൺവേർഡ് ട്രാൻസിഷൻ.
ഹയറിൽ നിന്ന് ലോവറിലേക്ക് വരുമ്പോഴാണ് മൈനസ് വരുന്നത്. അപ്പോൾ ലോവറിൽ നിന്ന് ഹയറിലേക്ക് വരുന്നത് അതാണ് +or-1. പക്ഷേ ആൾറെഡി മിസ്സ് പറഞ്ഞു റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് അബ്സോർപ്ഷനാണ് അല്ലേ. അബ്സോർപ്ഷൻ നടക്കുമ്പോഴാണല്ലോ ഹയറിലേക്ക് പോവുക, എമിഷൻ നടക്കുമ്പോഴാണ് ലോവറിലേക്ക് വരുന്നത്. അപ്പോൾ യൂഷ്വലി ദസ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഡീൽസ് വിത്ത് അബ്സോർപ്ഷൻ സ്പെക്ട്ര ആയതുകൊണ്ട് തന്നെ സെലക്ഷൻ റൂളിനെ നമുക്ക് ഇങ്ങനെ പറയാം, ΔJ must be equal to +1. ΔJ +1 ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണ് അലൗഡ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ ട്രാൻസിഷനെയും നമ്മൾ ഫോർബിഡൻ ട്രാൻസിഷൻ എന്നാണ് പറയുക. ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ നടക്കാത്ത ട്രാൻസിഷൻസ്. ΔJ 2 ആവുക പറഞ്ഞാൽ എന്താണ്, 0യിൽ നിന്ന് 2ലേക്കൊരു ട്രാൻസിഷൻ. അപ്പോഴാണ് ΔJ 2 ആവുന്നത്. അത്തരം ട്രാൻസിഷൻസ് നടക്കില്ല. അല്ലെങ്കിൽ 2ൽ നിന്ന് ഒരിക്കലും 4ലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എന്താ, ΔJ 2 വരും. പക്ഷേ 2ൽ നിന്ന് 3ലേക്ക് പോസ്. അപ്പോൾ ΔJ +1 ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണ് അലൗഡ് ട്രാൻസിഷൻസ്. അപ്പോൾ സോ ദാറ്റ് ദീസ് ആർ ദ 2 സെലക്ഷൻ. അപ്പോൾ സെലക്ഷൻ റൂൾസ് ഫോർ റൊട്ടേഷണൽ സ്പെക്ട്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്, ഫസ്റ്റ് സെലക്ഷൻ റൂൾ ഈസ് ദ മോളിക്യൂൾ മസ്റ്റ് ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. ഓൺലി ദോസ് മോളിക്യൂൾ ക്യാൻ അബ്സോർബ് മൈക്രോവേവ് റേഡിയേഷൻ, then it can undergo rotational transitions. And another selection rule is that the rotational quantum number must differ by 1 unit. 1 യൂണിറ്റിൻ്റെ ഡിഫറൻസേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓർ ΔJ must be equal to +or-1 എന്ന് നമുക്ക് എഴുതാം. എന്നിട്ട് സ്പെസിഫൈ ചെയ്ത് എഴുതാം, റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഡീൽസ് വിത്ത് അബ്സോർപ്ഷൻ സ്പെക്ട്ര, സോ ΔJ must be equal to +or+1. So these are the allowed transitions, and other if ΔJ have another values that are termed as forbidden transitions എന്നാണ് പറയുന്നത്. So selection rule, first it have a permanent dipole moment. Second one, ΔJ must be equal to +1. അതായത് എന്താണ്, J equal to 1. J equal to 1 എന്ന ലെവലിൽ നിന്ന് J equal to 2 എന്ന ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുക. അതായത് J to J+1 പോസിബിൾ ആണ്. അതുപോലെ J+1ൽ നിന്ന് J+2യിലേക്ക് ചാടാം. J+3യിൽ നിന്ന് J+4ലേക്ക് ചാടാം. ഓക്കെ, സോ ഇതാണ് അലൗഡ് ട്രാൻസിഷൻ. ഇങ്ങനെ വരുമ്പോഴാണ് എപ്പോഴും ΔJ എന്ന് പറയുന്നത് +1 ആയി മാറുള്ളൂ അല്ലേ. ΔJ എങ്ങനെ കാണുക, J+2 മൈനസ് J+1, J+4 മൈനസ് J+3. അപ്പോൾ ΔJ +1. So these are the allowed transitions. Then we already term the rotational term ഇങ്ങനെ, EJ is equal to അതായത് what is that value, BJ into J+1 centimeter inverse. That is, this term represents nu bar. എനർജി എന്ന് പറയാൻ പറ്റില്ല, വേവ് നമ്പറാണ്. വേവ് നമ്പറിലുള്ള എക്സ്പ്രഷനാണിത് കേട്ടോ. EJ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ന്യൂ ബാർ ഈക്വൽ ടു E/hc എന്നാണല്ലോ, അങ്ങനെയാണല്ലോ നമുക്കിത് കിട്ടിയത്. ഓക്കെ, സോ എനർജി എന്ന് പറയാൻ പറ്റില്ല, ദാറ്റ് ഈസ് ന്യൂ ബാറിനെയാണ്, അതായത് വേവ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടേമാണിത്, BJ into J+1. ഓക്കെ, നൗ നമുക്കറിയാം ന്യൂ ബാർ കറസ്പോണ്ടിങ് ടു J to J+1 ഒന്ന് നമുക്ക് നോക്കി നോക്കാം. അതായത് Jth ലെവലിൽ നിന്ന് J+1ലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ എത്ര ന്യൂ ബാർ, എത്ര വേവ് നമ്പറാണ് വരുന്നത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ ബാർ എന്ന് പറയുന്നത് ഇതേ ടേം തന്നെയാണ്. Jയിൽ നിന്ന് J+1th ലെവലിലേക്ക് ട്രാൻസ്ഫർ നടക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് EJ+1 മൈനസ് EJ എന്നാണ് വരിക അല്ലേ. മുകളിൽ നിന്ന് താഴേക്ക്, അതായത് ഇവിടുന്ന് ട്രാൻസിഷൻ നടക്കുമ്പോൾ ആ ചേഞ്ചിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഹയർ മൈനസ് ലോവർ എന്നാണ് കൊടുക്കാറ്. അപ്പോൾ Jയിൽ നിന്ന് J+1th ലെവലിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ആ ഡിഫറൻസ് ഇൻ ദാറ്റ് ഈസ് ന്യൂ ബാർ കറസ്പോണ്ടിങ് ടു ദാറ്റ് ട്രാൻസിഷൻ ഈസ് റിട്ടൺ ആസ് EJ+1 മൈനസ് EJ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, EJ+1 എന്തായിരിക്കും വാല്യൂ, ഈ J എന്നുള്ള സ്ഥലത്ത് ഇതാണല്ലോ EJയുടെ വാല്യൂ. J എന്നുള്ള സ്ഥലത്തെല്ലാം നമ്മൾ J+1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ J എന്നുള്ളിടത്ത് J+1 എന്ന് കൊടുത്തു, ഈ J എന്നുള്ളിടത്ത് J+1, അതായത് J+1 ലെവൽത്തിൻ്റെ ന്യൂ ബാറാണ് ഈ പറയുന്നത്. ഓക്കെ, മൈനസ് പിന്നെ നമ്മളുടെ J+1, J+1. So energy of J+1th level, that is energy in terms of centimeter inverse ആണ്. J+1 then J+1+1 വന്നു. energy of jth term J+1 centimeter inverse. So new bar can be represented as J+1, ഇത് J+2 ആയി മാറി J+1. So we are taking the common factor J+1. So we have J+2, ഇവിടെ -J വരും. So last
2bj+1 cm inverse. സോ jth ലെവലിൽ നിന്ന് j+1th ലെവലിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂ ബാർ എന്ന് പറയുന്നത് 2bj+1 cm inverse ആയിരിക്കും. എന്നാൽ നമുക്ക് ഓരോ ട്രാൻസിഷൻസ് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ ന്യൂ ബാർ കറസ്പോണ്ടിങ് ടു 0 to 1, 0th ലെവലിൽ നിന്ന് 1th ലെവലിലേക്കുള്ള ട്രാൻസിഷൻ. അപ്പോൾ 2b j എന്ന് പറയുന്നത് ഇവിടെ 0 ആണല്ലേ, ഇത് j ആണ്, ഇത് j+1 ആണ്. അപ്പോൾ 2b 0+1, സോ 2b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. അതുപോലെ ന്യൂ ബാർ കറസ്പോണ്ടിങ് ടു 1 to 2 ട്രാൻസിഷൻ ആണെങ്കിൽ എങ്ങനെയാണ് വരിക? 2b ജെയുടെ വാല്യൂ നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1+1, സോ 4b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ആൻഡ് ന്യൂ ബാർ കറസ്പോണ്ടിങ് ടു 2 to 3 ട്രാൻസിഷൻ 6b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ന്യൂ ബാർ കറസ്പോണ്ടിങ് ടു 3 to 4 ട്രാൻസിഷൻ 8b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. സോ നമുക്ക് നമ്മളുടെ റൊട്ടേഷണൽ എനർജി ലെവൽസ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. ഫസ്റ്റ് ജെ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് റൊട്ടേഷണൽ എനർജി ലെവൽ. അതിൻ്റെ എനർജി എന്ന് പറയുന്നത് 0b ആയിരിക്കും. കാരണം എനർജിയുടെ ടേം ബി ജെ ഇൻറ്റു j+1 എന്നാണല്ലോ അല്ലേ. എനർജി ഓരോ ലെവലിനുള്ള എനർജി ടേം എന്ന് പറയുന്നത് ബി ജെ j+1. അപ്പോൾ ജെക്ക് 0 എന്ന് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0b എന്ന് കിട്ടും. സോ 0th ലെവലിൻ്റെ എനർജി 0b. ദെൻ ഫസ്റ്റ് ലെവലിൻ്റെ 2b, 6b, 12b, 20b നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. ആൻഡ് വി നോ ദിസ് ലെവൽസ് ആർ നോട്ട് ഇക്വിഡിസ്റ്റൻറ്റ്. ഡിസ്റ്റൻസ് കൂടി വരികയാണ് റൊട്ടേഷണൽ എനർജി ലെവൽസ്. ഓക്കെ. And first we want to consider the transition between 0 to 1. 0 to 1 ട്രാൻസിഷൻ നടക്കുമ്പോൾ നമുക്ക് ഒരു ലൈൻ കിട്ടും അല്ലേ. ഈ ഒരു ട്രാൻസിഷന് നമ്മൾ സ്പെക്ട്രത്തിൽ ഒരു ലൈൻ കിട്ടും. അതാണ് ഈ ലൈൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എവിടെയാണ് ലൈൻ കിട്ടുക? 2b എന്നുള്ള പോയിന്റിലാണ് ഒരു ലൈൻ കിട്ടുക. കാരണം 0 to 1 ട്രാൻസിഷൻ്റെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ന്യൂ ബാറിൻ്റെ വാല്യൂ 2bയിലായിരിക്കും. ദെൻ 1 to 2 ട്രാൻസിഷൻ, 1 to 2 ട്രാൻസിഷൻ നടക്കുമ്പോൾ അതിൻ്റെ ന്യൂ ബാർ എന്ന് പറയുന്നത് 4bയിലാണ്. അപ്പോൾ 4bയിൽ നമുക്കൊരു ലൈൻ കാണാം. ദെൻ 2 to 3 ട്രാൻസിഷൻ, അതിൻ്റെ ന്യൂ ബാർ എന്ന് പറയുന്നത് 6b ആണ്. സോ വി ക്യാൻ സി 6bയിൽ ഒരു ലൈൻ കിട്ടും. ദെൻ 3 to 4ന് 8bയിൽ ഒരു ലൈൻ കിട്ടും. ദെൻ 10bയിൽ 12bയിൽ അങ്ങനെ ലൈൻസ്. ഓരോ ട്രാൻസിഷനും നമുക്ക് ഓരോ ലൈൻസ് കിട്ടും. വി ഹാവ് ലൈൻസ് അറ്റ് 2b, 4b, 6b, 8b. അതായത് ഈ ഒരു ട്രാൻസിഷന് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ വരുന്നത് 2bയിലാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് വരുന്നത് 4bയിലാണ്. ഇത് 6bയിലാണ്, ഇത് 8bയിലാണ്. കാരണം ഈ ഡിഫറൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 2b - 0b, അപ്പോൾ ഇത് 2b, ഇത് 4b, ഇത് 6b, അങ്ങനെ. അപ്പോൾ ഇത്രയുമാണ് വാല്യൂ വേണ്ടത്. പിന്നെ നമുക്ക് കിട്ടുന്ന ലൈൻസ്, ഇനി 2bയും 4bയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2bയുടെ ഡിഫറൻസ് ആണ്. 4bയും 6bയും തമ്മിലുള്ള ഡിഫറൻസ് 2b ആണ്. 6bയും 8bയും തമ്മിലുള്ള ഡിഫറൻസ് 2b ആണ്. അപ്പോൾ നമുക്ക് സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് എ സീരീസ് ഓഫ് ലൈൻ ദറ്റ് ഈസ് ഈക്വലി സ്പേസ്ഡ് ലൈൻ, സ്പേസ്ഡ് ലൈൻസ് ആണ് കിട്ടുക. അതായത് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും, 2b ആയിരിക്കും. സോ നമുക്കൊരു HClൻ്റെ സ്പെക്ട്രം എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 2bക്ക് ഒരു വാല്യൂ കിട്ടും. HBr ആകുമ്പോഴും ഇങ്ങനെ. അപ്പോൾ HBr ആകുമ്പോൾ ചിലപ്പോൾ എന്ത് ഉണ്ടാവും? ഡിസ്റ്റൻസ് ചിലപ്പോൾ കൂടാം അല്ലെങ്കിൽ കുറയാം. അങ്ങനെ ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും, ബട്ട് ദ വാല്യൂ ഈസ് സെയിം. ഓരോ ഡിഫറെൻറ്റ് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം. അതായത് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ലൈൻസാണ് നമുക്ക് കിട്ടുക. ബട്ട് ഫോർ ഡിഫറെൻറ്റ് മോളിക്യൂൾ ഈ വാല്യൂ വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ 2bയുടെ വാല്യൂ ആയിരിക്കില്ല ഇവിടെയുള്ള 2bയുടെ വാല്യൂ. സോ ദാറ്റ് മേ ബി ഡിഫറെൻറ്റ്. ഓക്കെ, സോ that is about rotational spectra and nu bar. So delta nu bar is equal to 2b centimeter inverse, and the rotational spectrum of a rigid diatomic molecule will consist of a series of equispaced lines. Equispaced ആയിട്ടുള്ള ലൈൻസ് ആണ് നമുക്ക് റൊട്ടേഷണൽ സ്പെക്ട്രത്തിൽ കിട്ടുന്നത്. Next we want to check intensities of spectral lines. So we know for gases, things that shows rotational spectra, we will get equidistant ലൈൻസ്. അപ്പോൾ ഏതൊരു ഗ്യാസിൻ്റെയും റൊട്ടേഷണൽ സ്പെക്ട്ര എടുത്ത് നോക്കിയാൽ, റൊട്ടേഷണൽ സ്പെക്ട്ര അതായത് മൈക്രോവേവ് ആക്റ്റീവ് ആയിട്ടുള്ള ഏതൊരു ഗ്യാഷ്യസ് സിസ്റ്റത്തിൻ്റെയും ഒരു നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്ര എടുത്ത് നോക്കിയാൽ നമുക്ക് ഈക്വലി സ്പേസ്ഡ് ലൈൻസ് കിട്ടും അല്ലേ. സ്പേസിങ് 2b ആയിരിക്കും. ആൻഡ് b ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് സിസ്റ്റംസ്. കാരണം b എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ h/8π² IC ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. h കോൺസ്റ്റൻറ്റ്, 8 കോൺസ്റ്റൻറ്റ്, π കോൺസ്റ്റൻറ്റ്, c കോൺസ്റ്റൻറ്റ്, i ഡിഫറെൻ്റ് ആണ് അല്ലേ.
അല്ലേ? സോ ഫോർ ഡിഫറെൻറ്റ് മോളിക്യൂൾ ഐ ഈസ് ഡിഫറെൻറ്റ് ബിക്കോസ് ഐ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ. സോ 2b എല്ലാം 2b ആയിരിക്കും, പക്ഷേ ബിയുടെ വാല്യൂ വ്യത്യാസമായിരിക്കും ഫോർ ഡിഫറെൻറ്റ് സിസ്റ്റംസ്. ഇവിടെ 2b ഇത്രയാണ്, ഇവിടെ 2b ഇത്രയാണ് അല്ലേ? സോ 2bയുടെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ എല്ലാ ലൈൻസും ഇക്വി ഡിസ്റ്റൻ്റ് ആയിരിക്കും. Okay, and these all transitions equally like to occur. അതായത് പ്രോബബിലിറ്റി ഫോർ ഓൾ ട്രാൻസിഷൻസ് ആർ ഈക്വൽ. എല്ലാ ട്രാൻസിഷൻസും നടക്കാനുള്ള പ്രോബബിലിറ്റി ഈക്വൽ ആണ്. കാരണം സെലക്ഷൻ റൂൾ ഒബേ ചെയ്താൽ ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു +or-1 എന്നുള്ള സെലക്ഷൻ റൂൾ ഒബേ ചെയ്താൽ ആ ട്രാൻസിഷൻ നടക്കും. സോ പ്രോബബിലിറ്റി ഈസ് സെയിം. ബട്ട് ഓൾ ദ സ്പെക്ട്രൽ ലൈൻസ് ഡു നോട്ട് ഹാവ് സെയിം ഇൻറ്റൻസിറ്റി. നമുക്ക് അറിയാം കുറേ ലൈൻസ് ആണ് കിട്ടുക, പക്ഷേ എല്ലാ ലൈൻസും ഒരേപോലെ ഇൻറ്റൻസ് ആയിരിക്കില്ല, അവരുടെ ഇൻറ്റൻസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. ഡിഫറെൻറ്റ് ലൈൻസ് കിട്ടും, ബട്ട് ദെയർ ഇൻറ്റൻസിറ്റീസ് ആർ ഡിഫറെൻറ്റ് ബിക്കോസ് ഇൻറ്റൻസിറ്റി ഈസ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ലെവൽ. ഓരോ ലെവലിലും എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി. സോ വി നോ ദർ ആർ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ലെവൽ. യൂഷ്വലി മിക്കവാറും മോളിക്യൂൾസ് ഗ്രൗണ്ട് ലെവലിലായിരിക്കും അല്ലേ? ദെൻ അതിന് റൊട്ടേഷൻ ഹയർ സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അതിന് ഹയർ എനർജി ലെവലിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ മോളിക്യൂൾ അബ്സോർബ് ചെയ്യുമ്പോൾ യൂഷ്വലി എന്താ ചെയ്യുക, ആൾറെഡി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മോളിക്യൂൾ നല്ല കുറച്ചുകൂടി സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും, അപ്പോഴാണ് ഹയർ ട്രാൻസിഷൻസ് ഒക്കെ നടക്കുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ലെവൽ. അതായത് 0th ലെവലിലും ദെൻ ഫസ്റ്റ് ലെവലിലൊക്കെ ഉള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം വ്യത്യാസം ഉണ്ടായിരിക്കും, അപ്പോൾ ഇൻറ്റൻസിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ദർ ഈസ് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ലെവൽ. സോ ദ നമ്പർ ഓഫ് molecules undergo transitions are also different. And since the probabilities are same, probabilities are identical, the line intensity is directly proportional to initial number of molecules in each level. അപ്പോൾ ഒരു ലൈനിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ എനർജി ലെവലിൽ എത്രത്തോളം മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. And the number of molecules in each level is directly proportional to two factors, Boltzmann distribution and degeneracy. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം മോളിക്യൂൾസ് ആ പർട്ടിക്കുലർ എനർജി ലെവലിലുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും. കുറേ മോളിക്യൂൾസ് ആ ഒരു എനർജി ലെവലിലുണ്ടെങ്കിൽ അതിനെല്ലാം ട്രാൻസിഷൻ നടക്കും, അപ്പോൾ നല്ല ഇൻറ്റൻസ് ലൈനാണ് കിട്ടുക. പക്ഷേ നമ്മൾ ട്രാൻസിഷൻ നോക്കുന്ന എനർജി ലെവലിൽ വളരെ സ്വല്പം മോളിക്യൂൾസേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും അല്ലേ? സോ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഓൾസോ ഡീജനറസി. ആക്ച്വലി ഡീജനറസി മീൻസ് എക്സിസ്റ്റൻസ് ഓഫ് 2 or more എനർജി ലെവൽസ് വിത്ത് സെയിം എനർജി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 2p ഓർബിറ്റൽ, 2px, 2py, 2pz ഉണ്ട്, ദേ ഹാവ് സെയിം എനർജി. സോ ഇതിനെ നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാ പറയുക. അതുപോലെ ഡി ഓർബിറ്റൽസ്, ഡിഫറെൻറ്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി എക്സ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ. അപ്പോൾ 5 ടൈപ്സ് ഓഫ് ഡി ഓർബിറ്റൽസ് ഉണ്ട്, ഈക്വൽ എനർജിയാണ്. അപ്പോൾ അവരെ നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുന്നു. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ലെവൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡീജനറസി. എന്താണ് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ബോൾസ്മാൻ അദ്ദേഹം ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ പർട്ടിക്കുലർ ലെവൽ. സോ നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രം ആയതുകൊണ്ട് ജെ ആണ് നോക്കുന്നത് അല്ലേ? ജെ ആണ് റൊട്ടേഷണൽ എനർജി ലെവലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേം. സോ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ jth ലെവൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ Nj ഈസ് ഈക്വൽ ടു N0 e raised to minus BHC j into j+1/kT. ഇതാണ് ഇക്വേഷൻ. അതായത് Nj ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ jth ലെവൽ, N0 ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് molecules in jth level is proportional to number of molecules in ground level and there is a factor. ഈ ഒരു ഫാക്ടർ കൂടി ഉണ്ട്. ഓക്കെ, അതായത് ജെ എന്നുള്ള ടേമുള്ള ഒരു ഫാക്ടർ കൂടിയുണ്ട്. ഇതാണ് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കിയാൽ നമുക്ക് എത്ര മോളിക്യൂൾ ഓരോ ലെവലിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. And the degeneracy, rotational spectrയുടെ rotational lines in the degeneracy എന്ന് പറയുന്നത് 2j+1 fold degenerate ആണ്.
2j+1 ഫോൾഡ് ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ j ഈക്വൽ ടു 0th ലെവൽ, അതായത് ഏറ്റവും ഗ്രൗണ്ട് ലെവൽ j ഈക്വൽ ടു 0 ആകുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ഡീജനറസി എന്താ വരിക 2 × 0+1, അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അതായത് റൊട്ടേഷണൽ ലെവലിൽ 0th ലെവൽ എന്ന് പറയുന്നത് ഒരൊറ്റ എനർജി ലെവലേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ നമുക്കറിയാം j ഈക്വൽ ടു 1 ഉണ്ട്. 1 എന്ന് പറയുമ്പോൾ ഇവിടെ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 3 കിട്ടും. അപ്പോൾ ആ 1th ലെവൽ എന്ന് പറയുന്നത് ട്രിപ്ലി ഡീജനറേറ്റ് ആണ്. ഇനി j ഈക്വൽ ടു 2 ഇട്ട് കൊടുത്തു വെച്ചാൽ നമ്മൾ 2 × 2+1 ഓക്കെ. അപ്പോൾ അത് വീണ്ടും ഡീജനറസി കൂടും, 5-ഫോൾഡ് ഡീജനറേറ്റാണ് വരിക അല്ലേ. അപ്പോൾ ഡീജനറസി കൂടും, അതായത് ഒരു ലെവലിൽ തന്നെ വേറെ കുറച്ച് ലെവൽസ് ഉണ്ട്, ഈക്വലി എനർജി ഉള്ള ലെവൽസ് ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റൊട്ടേഷണൽ ലെവൽസിൻ്റെ ഡീജനറസി എന്ന് പറയുന്നത് 2j+1 ഫോൾഡ് ഡീജനറേറ്റ് ആണ്. വൈബ്രേഷണലിൻ്റെ വേറെ ആയിരിക്കും, ഇലക്ട്രോണിക്കിൻ്റെ വേറെ ആയിരിക്കും. സോ ഫോർ റൊട്ടേഷണൽ ഇറ്റ് ഈസ് 2j+1 ഫോൾഡ് ഡീജനറേറ്റ്. ഓക്കെ, ദെൻ this with the increase in J molecule, there with the increase in J molecule population in each level decreases exponentially. നോക്കൂ, ഈ ഇക്വേഷൻ നോക്കിയറിയാം ജെയുടെ വാല്യൂ കൂടിയുമ്പോൾ e⁻⁻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ജെയുടെ വാല്യൂ കൂടുമ്പോൾ ഈ ഫാക്ടർ കുറയുകയാണ് ചെയ്യുന്നത്, അപ്പോൾ എൻ ജെയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജെ കൂടും തോറും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ലെവൽ വിൽ നമുക്കറിയാം ഹയർ ലെവൽസിൽ മോളിക്യൂൾസിനെ കാണാനുള്ള ചാൻസ് കുറവാണ് അല്ലേ, എപ്പോഴും ഗ്രൗണ്ടിലാണ് നിൽക്കുക. അതിനർത്ഥം ഹയർ ലെവലിൽ ഉണ്ടാവില്ല എന്നല്ല, ഹയർ ലെവലിൽ ഉണ്ടായിരിക്കും, ബട്ട് ദെയർ പോപ്പുലേഷൻ ഈസ് ലെസ്. സോ ജെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഫാക്ടർ കുറയുന്നു, സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ജെത്ത് ലെവൽ വിൽ ഡിക്രീസ്. ഇനി വി വാണ്ട് ടു കൺസിഡർ ബോത്ത് ദീസ് ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ഡീജനറസിയും നമുക്ക് അപ്പോൾ പക്ഷേ ഡീജനറസി ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ, ജെയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡീജനറസി. ഫോർ എക്സാമ്പിൾ 0th ലെവലിന് 0 ഡീജനറേറ്റ് ആണ്, 1th ലെവല് ട്രിപ്ലി ഡീജനറേറ്റ് ആണ്, 2nd ലെവൽ എന്ന് പറഞ്ഞാൽ 5-fold ഡീജനറേറ്റ്. അപ്പോൾ ഡീജനറേസി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മറ്റത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഈ രണ്ട് കമ്പൈനിങ് എഫക്റ്റ്, ഈ രണ്ട് എഫക്റ്റിനെയും നമുക്ക് കമ്പൈൻ ചെയ്ത് ഇങ്ങനെ എഴുതാം, Nj is equal to 2j+1, ഇത് ഡീജനറസിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേം, N0 e⁻⁻BSc J × J+1/kT. ഇനി നമ്മൾ ഈ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ദാറ്റ് ഈസ് വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഡി ജെ ആൻഡ് വി ആർ മേക്കിംഗ് ഇറ്റ് 0 ആക്കിയിട്ട് നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ജെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ജെ ഈസ് ഫൗണ്ട് ടു ബി √kT/2πhc -½ അപ്പോൾ ജെയ്ക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ ഏതൊരു ലെവലാണെങ്കിൽ അതിലേക്ക് ജെയ്ക്കൊരു കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. ഇനി നമുക്കറിയാം ജെയുടെ വാല്യൂസ് 0, 1, 2, 3 ആണ്. ഇതാണ് റൊട്ടേഷണൽ എനർജി ലെവൽസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ജെ വാല്യൂവും ഇവിടെയുള്ള ജെ വാല്യൂവും കമ്പയർ ചെയ്താൽ നമുക്ക് എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ കിട്ടുന്ന ജെയുടെ വാല്യൂ നമുക്ക് 3.1 എന്നാണ് കിട്ടുന്നത് വിചാരിക്കൂ. അതിനർത്ഥം 3.1ന് അടുത്ത് കിടക്കുന്ന നമ്മളുടെ റൊട്ടേഷണൽ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ 3rd ലെവലാണ് അല്ലേ. 3.1 എന്ന് പറഞ്ഞാൽ 3ഡിനോട് അടുത്താണ്. അതിനർത്ഥം 3rd ലെവലിലാണ് മാക്സിമം പോപ്പുലേഷൻ ഉള്ളത് എന്നാണ്. പകരം ജെയുടെ വാല്യൂ നമുക്ക് 2.3 എന്നാണ് കിട്ടിയ വിചാരിക്കും. അതിൻ്റെ അർത്ഥം 2nd ലെവലിലാണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുക, നമ്മൾ 0, 1, 2 ഏതുമായിട്ടാണ് അടുത്ത് കിടക്കുന്നത് ആ ഒരു ലെവലിലായിരിക്കും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവുക. അപ്പോൾ ആ ലെവലിൽ നിന്നുള്ള ട്രാൻസിഷൻസ് ആണ് നല്ല ഇൻറ്റൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ 2nd ലെവലിലാണ് കൂടുതൽ മോളിക്യൂൾസ് വെച്ചാൽ 2nd ലെവലിൽ നിന്ന് 3rd ലെവലിലേക്ക് പോകുന്ന ആ ട്രാൻസിഷൻ അതിന് കറസ്പോണ്ടിങ് ആയി കിട്ടുന്ന ലൈൻ ആയിരിക്കും മാക്സിമം ഇൻറ്റൻസ് ആയിട്ടുള്ളവ. അപ്പോൾ ഇൻറ്റൻസിറ്റി ദാറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ഈച്ച് ലെവൽ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡീജനറസി. ഇനി നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി നോക്കി നോക്കാം. And the important application of microwave spectroscopy is we can find out the molecular parameters of a polar species. ഒരു polar speciesലെ molecular parameters like moment of inertia, bond length ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു മോളിക്യൂളിൻ്റെ നമ്മൾ സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുക. അപ്പോൾ സ്പെക്ട്രം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം മൈക്രോവേവ് റേഡിയേഷൻസ് പാസ് ചെയ്യുക. അപ്പോൾ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യൂല, സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും, ട്രാൻസിഷൻസ് നടക്കും, കറസ്പോണ്ടിങ് ലൈൻസ് നമുക്ക് കിട്ടും.
അപ്പോൾ സ്പെക്ട്രം നമുക്ക് നോക്കിയിട്ട് സ്പെക്ട്രത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അതിൽ നിന്ന് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യയും റേഡിയസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ബോണ്ട് ലെങ്ത്. അപ്പോൾ നമുക്കറിയാം ഒരു മോളിക്യൂള് ദാറ്റ് ഈസ് മൈക്രോവേവ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മോളിക്യൂളിൻ്റെ സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈക്വലി സ്പേസ്ഡ് ലൈനാക്കി ഇട്ട് ദ ഡിസ്റ്റൻസ് മസ്റ്റ് ബി 2b ആയിരിക്കും. b ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മോളിക്യൂൾസ്. അപ്പോൾ 2b അപ്പോൾ നമുക്ക് സ്പെക്ട്രം കിട്ടിയത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണല്ലോ. അപ്പോൾ ഈ 2b എത്ര സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു 2b, ഡെൽറ്റ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 2b ആണ്. അപ്പോൾ ബിയുടെ വാല്യൂ ആ ഡെൽറ്റ ന്യൂ ബാറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇത്ര 4 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്, 10 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് എന്നൊക്കെ നമുക്ക് തരും. അപ്പോൾ അതൊന്ന് ബി കണ്ടുപിടിക്കുക അല്ലേ. സോ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ന്യൂ ബാർ ബൈ 2 ആൻഡ് വി നോ ബി ഈസ് ഈക്വൽ ടു h ബൈ 8π² IC ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത്രയും സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. സോ ഫ്രം ദാറ്റ് അപ്പോൾ ബി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ഐ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഐ ഫ്രം ദ ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു h ബൈ 8π² BC. ഓക്കെ, ഇനി നമുക്ക് റേഡിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഐ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ ആണ്. ഐ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ വെർ മ്യൂ ഈസ് ഈക്വൽ ടു റെഡ്യൂസ്ഡ് മാസ് ദാറ്റ് ഈസ് m1 m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, ബട്ട് m1 ഈസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ആണ്. ഇവിടെ NA എന്നുള്ള നൊട്ടേഷനാണ് യൂസ് ചെയ്തത്. യൂഷ്വലി നമ്മൾ N0 ആണ് റെപ്രസെൻറ്റ് ചെയ്യാറ് അല്ലേ അവഗാഡ്രോ നമ്പറിന്. പക്ഷേ നമ്മൾ ഇവിടെയുള്ള ഇക്വേഷനിൽ N0 ഇസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദി J ഈക്വൽ ടു 0th ലെവൽ, ഗ്രൗണ്ട് ലെവലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ N0 എന്നുള്ള ടേം നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തത് കൊണ്ട് ഇവിടെ നമ്മൾ അവഗാഡ്രോയ്ക്ക് NA എന്ന് കൊടുത്തു കേട്ടോ. ഓക്കെ, സോ മ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും m1 m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 NA ആയിരിക്കും. അപ്പോൾ ഐ കണ്ടുപിടിച്ചു, മ്യൂ കണ്ടുപിടിച്ചു. നൗ വി ക്യാൻ കാൽക്കുലേറ്റ് ആർ. ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഐ ബൈ മ്യൂ. സോ കൺസിഡർ വൺ എക്സാമ്പിൾ. The microwave spectrum of a gaseous carbon monoxide consists of series of equally spaced line separated by 3.844 cm. അതായത് 2b എന്ന് പറയുന്നത് 3.844 cm ഇൻവേഴ്സ് ആണ്. കാൽക്കുലേറ്റ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ബോണ്ട് ലെങ്ത്. So here it is given 2b is equal to 3.844 cm inverse. So b എന്ന് പറഞ്ഞാൽ this divided by 2 ആയിരിക്കും, that is 1.922 cm inverse ആയിരിക്കും. And we know b is equal to h by 8π² IC ആണ്. So I എന്ന് പറഞ്ഞാൽ h by 8π² BC. Then substitute ചെയ്യുക. hൻ്റെ വാല്യൂ നമുക്കറിയാം അല്ലേ, 6.626. Then പൈയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, c വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇവിടെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയതുകൊണ്ട് 3 × 10 എന്നാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടി. ദെൻ മ്യൂ റെഡ്യൂസ്ഡ് മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഓഫ് കാർബൺ, മാസ് ഓഫ് ഓക്സിജൻ, ദെൻ NA അല്ലേ. മാസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇനി കിലോഗ്രാമിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് 12 × 10⁻⁻⁷ കിലോഗ്രാമിൽ വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് റെഡ്യൂസ്ഡ് മാസ് കിട്ടും. സോ ഫ്രം ദ റെഡ്യൂസ്ഡ് മാസ് വി ക്യാൻ കാൽക്കുലേറ്റ് ആർ. ഹിയർ ആർ ഈസ് ഫോൺ ടു ബി 1.131 × 10⁻⁻10 മീറ്റർ. സോ ദാറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആണ് പഠിച്ചത്. എന്താണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി മനസ്സിലാക്കി. ആൻഡ് ഇമ്പോർട്ടൻറ്റ് criteria for rotational spectroscopy. Then that is the energy levels of a rigid rotator മനസ്സിലാക്കി. That is bj into j+1 ആണ്. Then j equal to particular level to another level അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ദെൻ മൊമെൻ്റ് ഓഫ് ഇനേഷ്യയ്ക്ക് ഒരു ഐ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ എന്നുള്ളൊരു ഇക്വേഷനിൽ നമ്മളെത്തി. ദെൻ ഇൻറ്റൻസിറ്റീസ് ഒക്കെ മനസ്സിലായി അല്ലേ. ഇൻറ്റൻസിറ്റീസ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് മനസ്സിലാക്കി. ദെൻ ആപ്ലിക്കേഷനിൽ നമുക്കറിയാം ഒരു സ്പെക്ട്രം കണ്ടുപിടിച്ചാൽ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആർ എക്സെട്ര. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി.